പരീക്ഷണ കൃഷിയിലൂടെ ശ്രദ്ധേയനായ മാള സ്വദേശി ജോസഫ് പള്ളൻ പച്ചക്കറി കൃഷിക്കൊപ്പം പൂക്കൃഷി കൂടി നടത്തി വിജയഗാഥ രചിക്കുകയാണ്. പച്ചക്കറി കർഷകനായ ജോസഫ് പള്ളന്റെ ഹരിതാപമായ കൃഷിയിടത്തിൽ നിന്ന് ഇത്തവണ പൂവിളിയുയരുകയാണ്. ഓണത്തിനുള്ള പൂവും പച്ചക്കറിയും എന്ന പദ്ധതി സ്വയം ആവിഷ്കരിച്ചാണ് ജെണ്ടുമല്ലി കൃഷി ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം പച്ചക്കറി വിളകൾക്കൊപ്പം കീടനിയന്ത്രണത്തിനായി ജെണ്ടുമല്ലി കൃഷി ചെയ്തിരുന്നു. അത്തരം കൃഷിയിലൂടെ ജോസഫ് പള്ളന്റെ കൃഷിയിടത്തിലെ ജോലിക്കാർക്ക് ഓണത്തിനുള്ള പൂ ലഭിച്ചിരുന്നു. തുടർന്നാണ് ഇത്തവണ വ്യാപകമായി പൂകൃഷി ചെയ്തത്. ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന മഞ്ഞ നിറത്തിലുള്ള ജെണ്ടുമല്ലി തൈകളാണ് ജോസഫ് നട്ടത്. തൈ നട്ട് 60-ാം ദിവസം വിളവെടുക്കാവുന്ന തരത്തിൽ ജോസഫ് പള്ളന്റെ കൃഷിയിടം പൂപ്പാടമായി മാറിയിരിക്കുകയാണ്. ഒരു ചെടിയിൽ നിന്ന് ശരാശരി 100 പൂക്കൾ ഓണത്തിനെടുക്കാവുന്ന നിലയിലാണ് വിരിഞ്ഞിരിക്കുന്നത്. കുറഞ്ഞ ചെലവിൽ കൂടുതൽ വരുമാനം നേടാനാകുന്ന കൃഷിയാണ് പൂകൃഷിയെന്ന് ജോസഫ് പള്ളൻ അഭിപ്രായപ്പെടുന്നു. ഓണത്തിന് പൂവും പച്ചക്കറിയും എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പൂ നട്ടിരിക്കുന്നത്. പരീക്ഷണ അടിസ്ഥാനത്തിൽ 1000 ചെട്ടിമല്ലിയാണ് നട്ടത്. വളരെ വിജയമായിട്ടാണ് കാണുന്നത്. അതായത് ഒരു ചെടിയിൽ നിന്നും 100 പൂവ് ഇപ്പോൾ തന്നെ ഒരു ചെടിയിൽ ഉണ്ടായിട്ടുണ്ട്. അതിലും കൂടുതൽ ഇനി അടിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂർ ജില്ലയിൽ മാളയിൽ പ്രത്യേകിച്ച് എല്ലായിടത്തും അടുത്ത വർഷങ്ങളിലും ഇത് വ്യാപിപ്പിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. പൂകൃഷിക്ക് നല്ല തൈകൾ സംസ്ഥാനത്ത് ലഭ്യമല്ലാത്തതുകൊണ്ടാണ് ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവരേണ്ടി വരുന്നത്. മാള പഞ്ചായത്തിൽ വടമയിലെ 20 ഏക്കർ കൃഷിസ്ഥലത്തിന്റെ ഒരു ഭാഗമാണ് പൂകൃഷിക്കായി ഉപയോഗിച്ചിട്ടുള്ളത്. ഓണത്തിനു വേണ്ടി കൃഷി ചെയ്തതാണെങ്കിലും അത്തം മുതലാണ് വിളവെടുപ്പ്. കാർഷിക മേഖലയിൽ നിരവധി പരീക്ഷണങ്ങൾ നടത്തി വിജയം കൊയ്ത ജോസഫ് ഇത്തവണ പച്ചക്കറികൾക്കൊപ്പം പൂകൃഷിയിലും വിജയഗാഥ രചിക്കുകയാണ്.